ഓക്കെ, അപ്പോൾ ലേബൽ എൻകോഡിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി അത് യുണീക്ക് വാല്യൂസ് ഐഡന്റിഫൈ ചെയ്ത് മാപ്പ് ചെയ്യും. നമ്മൾ മാനുവലി മാപ്പ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് അത് മാപ്പ് ചെയ്യേണ്ടി വരും. ഓരോരോ വാല്യൂസും ആ കോളത്തിൽ മാപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു ഈസ് ജെനുവിൻ എന്ന കോളം 1 and 0 ആയി കൺവേർട്ട് ആയി. ഓക്കെ, അപ്പോൾ ഈസ് ജെനുവിൻ എന്ന കോളത്തിൽ എവിടെയൊക്കെ ട്രൂ ഉണ്ടോ, അതായത് ഐ ഈക്വൽ ടു ട്രൂ ആവുന്ന അവിടെ എല്ലാം 1ഉം, അതുപോലെ ട്രൂ അല്ലാത്ത കേസ് എൽസ് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഫ് ട്രൂ അല്ലാത്ത കേസ്, അതായത് ഐ 1 ഈക്വൽ ടു ട്രൂ അല്ലാത്ത കേസിൽ എല്ലാ വാല്യൂസിനും 0 ആക്കി സെറ്റ് ചെയ്യാന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു കോളത്തിൽ ഈസ് ജെനുവിൻ എന്ന കോളത്തിൽ എത്ര വാല്യൂസ് ഉണ്ട്, 1 എത്ര ഉണ്ട്, 0 എത്ര ഉണ്ട് നമുക്ക് കൗണ്ട് ചെയ്യണം. അപ്പൊ ഈസ് ജെനുവിൻ ആണ് നമ്മുടെ ടാർഗറ്റ്. ആ ടാർഗറ്റിൽ എത്ര ക്ലാസ് ഉണ്ട്, 1ഉം 0 ആണ് നമ്മുടെ ക്ലാസ്. അതായത് ടേക്ക് ബിൽ ആണോ അല്ലയോ, അതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്ലാസ് അല്ലെങ്കിൽ ടാർഗറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു ടാർഗറ്റിൽ 1 എത്ര ഡാറ്റയുണ്ട്, എത്ര ഡാറ്റ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, 0 എന്ന് പറഞ്ഞ ഡാറ്റ, അതായത് ഫേക്ക് അല്ലാത്ത ബില്ലിന്റെ ഫീച്ചേഴ്സ് എത്ര നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ഫേക്ക് അല്ലാത്ത ബില്ലുകൾ എത്ര പഠിപ്പിക്കുന്നുണ്ട് എന്നതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ വാല്യൂ കൗണ്ട്സ് എന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രൂ വാല്യൂസ് എത്ര ഉണ്ട്, 1000 ഉണ്ട്, ഫോൾസ് 500. ഓക്കെ, ഇവിടെ എനിക്ക് ട്രൂ ഫോൾസ് എന്ന് വരാനുള്ള കാരണം ഞാനിവിടെ മാപ്പിംഗ് എന്ന ഇത് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. ഇത് റൺ ചെയ്ത് ഇത് കൺവേർട്ട് ആയി അല്ലേ, കൺവേർട്ട് ആയതിനു ശേഷം ഈ കോളം ഞാൻ റൺ ചെയ്താൽ ഇപ്പോൾ ഇവിടെ 1ഉം 0 ആണ് വരുന്നത്. നേരത്തെ എന്താ വന്നത്, ട്രൂ ഓർ ഫോൾസ് ആണ് വന്നത്. അതായത് ഈ മാപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് റൺ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അത് റൺ ചെയ്യിച്ച് കഴിയുമ്പോൾ ഈസ് ജെനുവിൻ എന്ന കോളം 1 0ലേക്ക് കൺവേർട്ട് ആയി. അതിനുശേഷം ഞാൻ വാല്യൂ കൗണ്ട് എടുത്താൽ 1 എത്ര 0 എത്ര എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് എല്ലാം നമ്മൾ മാപ്പ് ചെയ്യുന്നതിന് മുമ്പായിരുന്നെങ്കിൽ അത് ട്രൂ എത്രണ്ണം ഫോൾസ് എത്രണ്ണം എന്ന് കാണിച്ചാൽ വാല്യൂ കൗണ്ട്സ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ എന്താ പറഞ്ഞേ, നമുക്കിനി എക്സും വൈയും സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പൊ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ df ഡോട്ട് ഈസ് ജെനുവിൻ ഡോട്ട് വാല്യൂസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് വൈയിലേക്ക് ഈസ് ജെനുവിൻ എന്ന കോളത്തിലെ വാല്യൂസ് മാത്രം മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. df ഡോട്ട് ഈസ് ജെനുവിൻ ഡോട്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ dfലെ ഈസ് ജെനുവിൻ എന്ന കോളത്തിലെ വാല്യൂസ് മാത്രം വൈയിലേക്ക് വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ എക്സിലേക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടണം. അതായത് ഈസ് ജെനുവിൻ എന്ന കോളം നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം, അത് വൈ ആണ് അല്ലേ, ബാക്കിയെല്ലാം എക്സ് ആണ്. അപ്പൊ ആ ഒരു കോളത്തിന് മാത്രം ഫീച്ചേഴ്സ്, അതായത് ഡാറ്റ ഫ്രെയിമിൽ നിന്നൊക്കെ ഡ്രോപ്പ് ചെയ്ത് മാറ്റി നിർത്തണം എക്സിന് വേണ്ടിയിട്ട്. എക്സ് ഡാറ്റ എന്ന് പറയുന്നത് df ഡോട്ട് ഡ്രോപ്പ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത്രയും ഡാറ്റയിൽ നമ്മൾ ഈസ് ജെനുവിൻ എന്ന കോളം നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രോപ്പ് എന്ന ഫംഗ്ഷനിൽ ഈസ് ജെനുവിൻ എന്ന് മെൻഷൻ ചെയ്യും. അപ്പൊ അത് മാത്രം ഈ ഒരു ഡാറ്റ ഫ്രെയിമിൽ നിന്ന് എന്ത് ചെയ്യും, ഡ്രോപ്പ് ആയി പോകും. അപ്പൊ കോളം ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആക്സിസ് എപ്പോഴും 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, റോയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 0 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, എക്സസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ എക്സ് ഈക്വൽ ടു 1 മീൻസ് ഇവിടെ കോളാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഡ്രോപ്പ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഈസ് ജെനുവിൻ പോയി. ഏത് ഡാറ്റ ഫ്രെയിം, ഈ ഡാറ്റ ഫ്രെയിം, നമ്മുടെ ഈ ഒരു ഡാറ്റ ഫ്രെയിം അത് എക്സ് ഡാറ്റ ആക്കി. എക്സ് ഡാറ്റ ഡോട്ട് ഹെഡ് ചെയ്തപ്പോൾ കണ്ടില്ലേ കിട്ടിയ എന്താ, ഇതിൽ ഈസ് ജെനുവിൻ എന്ന കോളം ഉണ്ടോ, ഇല്ല, അത് ഡ്രോപ്പ് ആയി. ഇതാണ് നമ്മുടെ എക്സ് ഫീച്ചേഴ്സ് 2 ഡയമെൻഷൻ. നേരത്തെ നമ്മൾ 2 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്തില്ലേ, റീഷേപ്പ് ചെയ്തു. ഇവിടെ അതിന്റെ ആവശ്യമില്ല, ബിക്കോസ് എക്സ് ഓൾറെഡി ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇതൊരു 2 ഡയമെൻഷണൽ ഡാറ്റ ഫ്രെയിം ആണ്. ഓക്കെ, ഇനി വൈ കണ്ടോ, വൈ എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, വൈയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് എന്താ, ഈസ് ജെനുവിന്റെ വാല്യൂസ് ആണ്. അപ്പൊ ഈസ് ജെനുവിൻ എന്ന കോളം ഫുള്ളായിട്ട് വൈയിൽ വന്നു അല്ലേ. അപ്പൊ വൈയില് 1 ഡയമെൻഷനാണ്. നമ്മുടെ പ്രിഡിക്ഷൻസ് ഫുള്ള് ഇപ്പൊ വൈയിലാണുള്ളത്, അത് 1 ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി 2 ഡയമെൻഷൻ എന്താണ് 1 ഡയമെൻഷൻ എന്താണെന്ന് നേരത്തെ ഒരു പ്രോബ്ലം ലീനിയർ റിഗ്രഷൻ ചെയ്തപ്പോൾ നോക്കിയായിരുന്നു അല്ലേ. 1 ഡയമെൻഷനും 2 ഡയമെൻഷനും, അപ്പം അതാണ് ഇത് 2 ഡയമെൻഷനും ഇത് 1 ഡയമെൻഷനും. ഓക്കെ, മോഡൽ എപ്പോഴും എക്സ് ഡാറ്റ 2 ഡയമെൻഷൻ ആയിട്ടും വൈ ഡാറ്റ 1 ഡയമെൻഷൻ ആയിട്ടായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മളിവിടെ ടൈപ്പ് എന്ന ഫംഗ്ഷനിൽ എക്സ് ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പാണ്ടാസില ഡാറ്റ ഫ്രെയിം ആണ് എന്നാണ് ഇവിടെ കണ്ടോ. ഇതിന്റെ ടൈപ്പ് ഇതൊരു ഡാറ്റ ഫ്രെയിം ആണ്, പാണ്ടാസില. ഇനി നമുക്ക് നോർമലൈസേഷൻ ചെയ്യാം. അതായത് നോർമലൈസേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 0 to 1 വരെയുള്ള റേഞ്ചിലേക്ക് ഈ എല്ലാ വാല്യൂസിനെയും